PR ക്യാമ്പയിൻ വഴി മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കിയുള്ള പരസ്യം ചെയ്യലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകളാണ് റോഡുകളിലും മറ്റെല്ലാ ഇടങ്ങളിലും, പത്രങ്ങളിലായിക്കോട്ടെ, ടിവികളിലായിക്കോട്ടെ, ഈവൻ ഫേസ്ബുക്കിൽ വരുന്ന ആഡുകളിൽ പോലും മുഖ്യമന്ത്രിയുടെ മുഖം പ്രത്യക്ഷപ്പെട്ട് വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു PR ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ LDFനെ മൂന്നാം ഭരണത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. സർക്കാർ വിവിധ തരത്തിലുള്ള വികസന പദ്ധതികൾ ഈ ഒരു 5 വർഷത്തെ കാലയളവിനുള്ളിൽ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ജനങ്ങൾ ഇത്തവണ വോട്ട് കുത്താൻ വേണ്ടി പോകുമ്പോൾ അത് മാത്രമായിരിക്കുമോ ചിന്തിക്കുക? അപ്പം ഈ വരുന്ന ഇലക്ഷനിലെ ഒരു വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നത് മണ്ഡലത്തിലെ MLAയുടെ പെർഫോമൻസും കൂടിയാണ്. ഇത് ഞാൻ പല കേരളത്തിലെ അങ്ങോളം ഇങ്ങോട്ടുള്ള പല പത്രപ്രവർത്തകരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു വിഷയം, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വലിയ രോഷമുണ്ട് സമൂഹത്തിൽ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ അദ്ദേഹം ഒരു സ്വന്തം പാർട്ടി പ്രവർത്തകനോട് കോന്നിയിൽ വെച്ചിട്ട് അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള ഒരു പരാമർശം, അല്ലെങ്കിൽ നമ്മുടെ പഴയ അദ്ദേഹത്തിൻ്റെ സഹാവായിരുന്ന G. സുധാകരനെ അവിടെ ഇതിനെ ചെറ്റ എന്ന് വിളിച്ചതായിട്ടുള്ള ആരോപണം, അത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിണറായി. ഈ അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ എത്രയൊക്കെ PR വെള്ള പൂശാൻ ശ്രമിച്ചാലും പിണറായി വിജയന്റെ തനി സ്വഭാവം പുള്ളി കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും UDFന് ഒരു വാക്ക് ഓവർ ഒന്നും കിട്ടാനിടയില്ല എന്നുള്ളൊരു സൂചനയാണ് എനിക്ക് പലയിടത്തും കിട്ടുന്നത്. അതിൻ്റെ ഒരു കാരണമായിട്ട് പലരും എന്നോട് പറയുന്നത്, ഇപ്പോൾ പല MLAമാരും അവർക്കെതിരെ ഒരുപാട് മറ്റാരോപണങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന MLAമാർ ജനം വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. അവരുടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ആരും പരിഗണിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. KB ഗണേഷ് കുമാർ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. അതിനൊന്നും തൃപ്തികരമായ മറുപടി നൽകാൻ KB ഗണേഷ് കുമാറിന് പറ്റിയിട്ടില്ല. പക്ഷേ KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോറ്റുപോകും എന്ന് പറയാൻ ആരും തയ്യാറുമല്ല. കാരണം KB ഗണേഷ് കുമാറിന് പത്തനാപുരത്ത് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അത്ര പല ആൾക്കാരും എന്നോട് പറയുന്ന KB ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ ഒരു ആവശ്യമായിട്ട് ചെന്നാൽ അത് വേണ്ട രീതിയിൽ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടും. അപ്പോൾ വ്യക്തികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്, അവരുടെ വിശാലമായ സാമൂഹിക കാഴ്ചപ്പാടോ അതല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിലെ സംശുദ്ധിയോ ഒക്കെ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന കാലം മാറിയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ഞാൻ ഈ പത്തനാപുരത്തെ കാര്യത്തിൽ ഗണേഷ് കുമാറിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് എതിർക്കുന്ന BJP-യാണ്. ആ BJP-ക്കാര് ഇപ്പോൾ ഈ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഇതുപോലെ വേറൊരു MLAയുടെ കാര്യം ഞാൻ പറയാം. കായംകുളത്തെ MLA ആയ യു പ്രതിഭയ്ക്ക് നേരെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അവർ 2020 മാധ്യമപ്രവർത്തകരോട് ഇതിനേക്കാൾ ഭേദം സെക്സ് വർക്ക് ചെയ്യുന്നതാണെന്ന്, ആ രീതിയിൽ അവരുടെ കാല് കഴിയും നിങ്ങൾ വെള്ളം കുടിക്കണമെന്നൊക്കെ മാധ്യമപ്രവർത്തകരെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചു. അന്ന് അങ്ങനെയാണ് ആ വാർത്തകളെല്ലാം വന്നത്. അതിൻ്റെ പേരിൽ അവർക്കെതിരെ പോലീസ് കേസ് KUWJ നൽകിയായിട്ട് ഞാൻ മാധ്യമ വാർത്തകൾ മനസ്സിലാക്കി. അന്നത്തെ CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും ഇത്തരം പരാമർശങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലും അവർക്കെതിരെ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വന്നു. പക്ഷേ അതേസമയം അവർക്ക് മണ്ഡലത്തിൽ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മണ്ഡലത്തിൽ അവരെ പല ആൾക്കാരോടും വ്യക്തിപരമായിട്ട് അവരുടെ പല ആവശ്യങ്ങൾക്കായിട്ട് സമീപിക്കുന്ന ആൾക്കാരെ അവരൊരിക്കലും നിരാശരാക്കാറില്ല എന്നുള്ള ഒരു സൂചനയാണ് മണ്ഡലത്തിൻ്റെ പല ഭാഗത്തു നിന്നും എനിക്ക് ലഭിക്കുന്നത്. അതങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കും. ഇനി ഞാൻ മറ്റൊരു വിഷയം പറയാം. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ, ഒരു മാധ്യമപ്രവർത്തകനാണ് പറഞ്ഞത്, കൊച്ചിയിലെ MLA ആയിട്ടിരുന്ന മാക്സിൻ, അങ്ങനല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, J. മാക്സിൻ, CPM-ന്റെ MLA ആണ്. കൊച്ചി യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കോൺഗ്രസിന് വലിയ മേൽക്കൈ ഉള്ള മണ്ഡലമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
പാർട്ടിക്കുള്ള ഒരു സ്വീകാര്യത പാർലമെന്റ് ഇലക്ഷനിലൊക്കെ ഹൈബീഡനൊക്കെ കിട്ടുന്ന വോട്ടുകൾ അതൊന്നും ഈ അസംബ്ലി ഇലക്ഷനിൽ കിട്ടും എന്നങ്ങ് ഉറപ്പിക്കരുത്. കാരണം ഈ MLAക്ക് ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇത് അരൂര് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം സിറ്റിംഗ് MLA വലിയ ഒരു വികസന നായികയോ അവർക്ക് വലിയ ഒരു അവർക്ക് വലിയൊരു വികസന കാഴ്ചപ്പാടോ ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഷാനിമോൾ ഉസ്മാൻ അവരെക്കാൾ വളരെ മികച്ച ഒരു ഉൾക്കാഴ്ചയുള്ള, അവർ പണ്ട് കുറച്ച് മാസങ്ങളോളം അരൂർ MLA ആയിട്ടിരുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയൊക്കെയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നില്ല ഈ മൊത്തത്തിലുള്ള ട്രെൻഡ് പിണറായിക്കെതിരെയുള്ള ട്രെൻഡ് അതേപടി മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഈ ഒരു മാറുന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പൊ പല മണ്ഡലങ്ങളിലും MLA-മാർക്ക് BJP ചേരാനോ അതല്ലെങ്കിൽ CPM നിന്ന് കോൺഗ്രസിൽ ചേരാനോ കോൺഗ്രസിൽ നിന്ന് വേറെ CPM-ലോട്ട് പോകാനോ ഒന്നും ഒരു മടിയില്ല. അതിന്റെ കാരണം ഇതാണ്, ആ ഒരു വലിയ കാഴ്ചപ്പാടോടെ ആശയപരമായ യുദ്ധമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നും ഇലക്ഷൻ മാറിയിട്ട് പ്രാദേശികമായ പ്രശ്നങ്ങളിലേക്ക് ഇലക്ഷന്റെ തീം ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്രാദേശിക വിഷയങ്ങൾ വലിയൊരു പങ്ക് ഇലക്ഷനിൽ വഹിക്കുന്നുണ്ട്. എന്നോടൊരിക്കൽ കൊച്ചിയിലെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, ഈ ഉമാ തോമസ് ആദ്യമായിട്ട് വിജയിച്ച ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ തൃക്കാക്കര, ആ ഇലക്ഷനിൽ അവരെ സഹായിച്ചത് ആ മണ്ഡലത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ശരിയായ പട്ടയം സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായി. അതായത് ഈ തൃക്കാക്കര ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങ് പനമ്പള്ളി നഗർ തൊട്ട് നീണ്ടു കിടക്കുന്ന ഒരു മണ്ഡലമാണ്. പനമ്പള്ളി നഗർ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും പഴയ കാലത്ത് ചതുപ്പ് നിലങ്ങളായിരുന്നു. പിന്നീട് ഇതൊക്കെ നികത്തിയെടുത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ പട്ടയം കിട്ടാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പലരും വിചാരിച്ചു CPI ഇടപെട്ടിട്ട് ഈ പ്രശ്നം ജനങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിൽ കാലതാമസം നേരിട്ടു. അങ്ങനെ കാലതാമസം നേരിട്ടപ്പോൾ 25,000-30,000-ഓളം ആൾക്കാർ ഇത് ബാധിതരുണ്ടായിരുന്നു, ഈ പ്രശ്നബാധിതർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് പെട്ടെന്ന് അവർക്ക് വലിയ ഒരു പരിഭവം ഉണ്ടാവുകയും അത് വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു. അത് തൃക്കാക്കരയിൽ നല്ല വിജയം നേടാൻ ഉമാ തോമസിനെ സഹായിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചിലയിടത്ത് കുടിവെള്ള പ്രശ്നമായിരിക്കാം, മറ്റു ചിലയിടത്ത് ഗതാഗത സൗകര്യങ്ങളുടെ അഭാവമായിരിക്കാം, മറ്റു ചിലയിടത്ത് എന്തെങ്കിലും പ്രാദേശികമായിട്ടുള്ള മറ്റൊരു വിഷയമായിരിക്കാം. ഇതിനൊക്കെ പരിഹാരം കാണാനുള്ള ശേഷിയുള്ള ഒരു MLA-ക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് പിന്നിൽ ജനം അണിനിരക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തി BJP അവിടെ ഒറ്റ പഞ്ചായത്ത് പോലും ഭരിക്കുന്നില്ലായിരുന്നല്ലോ. തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലൊന്നും BJPക്ക് വലിയ നിർണായക സ്വാധീനമില്ല. എങ്കിലും 70,000-ലധികം 74,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചു. നമ്മളത് മോഡി തരംഗം എന്നൊക്കെ പറയുന്നെങ്കിലും അതൊന്നുമല്ല. അദ്ദേഹം പ്രാദേശികമായിട്ട് അവിടെ നിന്ന് ജനങ്ങളുമായിട്ട് ഇടപെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടെ നിലകൊണ്ട് ജനങ്ങളുടെ മനസ്സിലൊരു പ്രതീതി സൃഷ്ടിച്ചു. അതായത് ഇതിനൊക്കെ പരിഹാരം കാണാൻ അദ്ദേഹം കൂടെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളിലേക്ക് ഇലക്ഷനിലെ ഒരു വിശാലമായ ഒരു ചോദ്യമുണ്ടല്ലോ, അത് മാറിക്കഴിഞ്ഞു. പഴയ കാലത്ത് അങ്ങനൊന്നുമല്ല. പഴയ കാലത്ത് അടിയന്തരാവസ്ഥ ഒരു പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥ കേന്ദ്രത്തിൽ ആര് പ്രഖ്യാപിച്ചാലും എനിക്ക് തോന്നുന്നില്ല ജനം ഒന്നും മൈൻഡ് ചെയ്യും. ഇപ്പൊ ജനം കുറച്ചുകൂടെ സ്വന്തം കാര്യം നോക്കുന്ന ഒരവസ്ഥയാണ്. അതായത് വിശാലമായ സാമൂഹ്യ കാഴ്ചപ്പാടും സാമൂഹ്യ വിഷയങ്ങളും സോഷ്യൽ ഇഷ്യൂസും ഒന്നും വെച്ചിട്ട് നിങ്ങൾക്ക് ഇലക്ഷനിൽ ജയിക്കാൻ ഇനി പറ്റത്തില്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥി എത്രത്തോളം വിശ്വസ്തനാണ് ജനങ്ങളുടെ ഇടയിൽ, അയാൾക്ക് എത്രമാത്രം അംഗീകാരമുണ്ട്, അല്ലെങ്കിൽ ആ പ്രദേശത്തെ സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ നിങ്ങളുടെ പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, അത്തരം വിഷയങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്കുള്ള സ്വാധീനം എത്രമാത്രം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാദേശിക നിരയിലുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ട് പാർട്ടി മാറുന്നത്. അവർക്കറിയാം പണ്ടൊക്കെ കൂറുമാറുന്നവനെ കാലുവാരുന്നവനെതിരെ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലുവാരി, അഞ്ചാമ്പത്തി, കുലംകുത്തി. ഇന്ന് പിണറായി വിജയൻ പോലും കുലംകുത്തി എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നില്ലല്ലോ. കാലുവാരികൾക്കെതിരെ പ്രതികരിക്കണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികളും പറയുന്നില്ലല്ലോ. പറയുന്നുണ്ട്? ഞാൻ കേൾക്കുന്നില്ല. അതൊരു പ്രചരണ ആയുധം അല്ലാതായി.
ആ പ്രചരണായുധം അല്ലാതായത് പുതിയ തീമുകൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ ഒരുപാട് മാറ്റങ്ങളുടെ ഇലക്ഷൻ ആയിരിക്കും. ചർച്ച ഇപ്പം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ ചോദിക്കും. എന്താണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുകയുണ്ടായി, അതായത് പല കാര്യങ്ങളും വസ്തുത നിരത്തി പറയാനായിട്ട് പ്രതിപക്ഷം പരാജയപ്പെടുകയാണ്, വെറുതെ കുറച്ച് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആരോപണങ്ങൾ മാത്രമാണ് നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ വെറും ഒരു എന്താണ് പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊക്കെ ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് മാത്രമാണ് മുമ്പോട്ട് വെച്ചുകൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബുദ്ധിമുട്ടാണ് അത്. പിന്നെ അത് യു ഡി എഫിന്റെ ഒരു പിന്നെ ഇലക്ഷൻ തന്ത്രങ്ങളില് ഈ പിണറായിക്കെതിരായിട്ടുള്ള ഒരു ജനവികാരം യു ഡി എഫിനെ വേഗത്തിൽ അധികാരത്തിലേക്ക് എത്തിക്കും, നിഷ്പ്രയാസം എത്തിക്കും എന്ന് യു ഡി എഫ് ചിന്തിച്ചാൽ യു ഡി എഫിന് ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ബി ജെ പിക്ക് കേരളത്തിലെ ഒരു 80% മണ്ഡലമെങ്കിലും ബി ജെ പിക്ക് 15,000 വോട്ടിൽ കൂടുതലുണ്ട്. ഒരു 20 മണ്ഡലത്തിൽ ബി ജെ പി മാറി ചിന്തിച്ചാൽ മതിയല്ലോ. അവർ ജയിക്കുന്നുമില്ല, എന്നാൽ ഇടതുപക്ഷം ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചാലും. ഈ ഇലക്ഷൻ പിന്നെ വടക്കൻ കേരളത്തിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വടക്കൻ കേരളത്തിൽ കോൺഗ്രസിന് മേൽക്കൈയുണ്ട്, അത് മുസ്ലിം വോട്ടിന്റെ ബലത്തിലാണ്. പക്ഷെ മധ്യ കേരളത്തിൽ തൃശ്ശൂർ തൊട്ട് തെക്കോട്ട്, പാലക്കാട് തൃശ്ശൂർ തൊട്ട് തെക്കോട്ടുള്ള ജില്ലകളിൽ, അതുപോലെ ഏറ്റവും തെക്കുള്ള ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഇവിടെ ഒന്നും തന്നെ ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അല്ല ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ യു പ്രതിഭയുടെ ഉദാഹരണം പറഞ്ഞത്. അതല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും, ഇപ്പൊ ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണെങ്കിലും, ഇപ്പോൾ വർക്കല പോലൊരു മണ്ഡലം എടുക്കുക. വർക്കല മണ്ഡലത്തിലെ യഥാർത്ഥത്തിൽ ബി ജെ പി വലിയൊരു ശക്തിയാണ്. അത് പലരും തിരിച്ചറിയാത്ത ഒരു വസ്തുതയാണ്. ആ വർക്കല മണ്ഡലത്തിൽ ബി ജെ പി സർവ്വശക്തിയും സമാഹരിച്ച് വോട്ട് പിടിച്ചാൽ എനിക്ക് തോന്നുന്നത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പം ഈ മണ്ഡലം തോറും ഇങ്ങനെയുള്ള പ്രാദേശിക ഘടകങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് പല കാര്യങ്ങളിലും ചെലുത്തും എന്നാണ് ഇത് ഞാൻ വെറുതെ ഒരു ഊഹാപോഹം പറയുന്നതല്ല. ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട്, പലയിടത്തുമുള്ളവരുമായിട്ട് സംസാരിച്ച്, പ്രത്യേകിച്ച് അതാത് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ഇതാണ്. അത് കൃത്യമായിട്ടും എം എൽ എയുടെ ഒരു വിലയിരുത്തലും കൂടാണ്, അല്ലാതെ പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. ഇപ്പൊ യു ഡി എഫ് എം എൽ എമാരും ആലോചിക്കേണ്ടത് അവരുടെ വിലയിരുത്തലും കൂടിയായിരിക്കും ഇത്. പരാജയപ്പെട്ട, ജനങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ അവതരിപ്പിക്കാൻ, വസ്തുനിഷ്ഠമായിട്ട് ഇടപെടാൻ പരാജയപ്പെട്ട യു ഡി എഫ് എം എൽ എമാരുണ്ടെങ്കിൽ അവരുടെ കാര്യം കഷ്ടമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തോ ചോദിക്കാൻ വന്നല്ലോ, ചോദിച്ചോളൂ. അല്ല, യു ഡി എഫ് ഇപ്പം പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി വന്നിട്ട് കേരളത്തിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി അതിന് ശ്രദ്ധ കിട്ടും. അതായത് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യാം, 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെയുള്ള എന്താണ്, പെൺകുട്ടികൾക്ക് മാസം തോറും 1000 രൂപ സ്കോളർഷിപ്പ്, ക്ഷേമ പെൻഷൻ 3000 രൂപയായിട്ട് വർദ്ധിക്കും. ഇതൊക്കെയാണ് അവരുടെ ഒരു വാഗ്ദാനങ്ങൾ. ഇതിനു മുമ്പിൽ വോട്ട് വീഴുമോ? അല്ല, ഇത് ആകർഷകമായ വാഗ്ദാനങ്ങളാണ്, അത് സംശയമൊന്നുമില്ല. മാത്രമല്ല, എനിക്ക് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആകർഷകവും ഞാൻ കരുതുന്നത് കുടുംബത്തിനുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയാണ്. നിശ്ചയമായിട്ടും അത് പിന്നെ നല്ല രീതിയിൽ സ്വകാര്യ ആശുപത്രികൾ അതിൽ പങ്കാളിയാകുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. കേരളത്തിലെ ആരോഗ്യരംഗം മോശമായിട്ട് കിടക്കുകയാണ്. അത് പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. വീണ ജോർജ്, ഇതിനിടയ്ക്ക് ഞാൻ പറയുകയാണ്, മണ്ഡലം വെച്ച് നോക്കുമ്പോൾ വീണ ജോർജ് പിന്നെ ആറന്മുളയിൽ അത്ര ഒരു സുരക്ഷിതമായ അവസ്ഥയിലല്ല, വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ് വീണ ജോർജ് എന്നാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ എനിക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം പദ്ധതികൾ തീർച്ചയായിട്ടും ഒരു നല്ല സൂചനയാണ്. പക്ഷേ ഇടതുപക്ഷവും ഇതുപോലുള്ള പദ്ധതികളുമായിട്ട് വരും, ബി ജെ പി ഇതുപോലുള്ള ഇതിലും മെച്ചപ്പെട്ട കുറച്ച് പദ്ധതി അവരും പറയും. അപ്പോൾ പിന്നെ പ്രകടന പത്രികകളുടെ കാര്യത്തിൽ ആരും ഒരു ലുബ്ധ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ ഉള്ളൊരു വിഷയം അതല്ല. ഇപ്പൊ ഈ കേരള സർക്കാർ ഇപ്പം 1700 കോടി രൂപയുടെ കടപ്പത്രം ഇറക്കാൻ പോവുകയാണ്. ഇവിടെ കേരളത്തിന്റെ വരുമാനത്തിന്റെ പിന്നെ 52% എന്ന് പറയുന്നത് പെൻഷനും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനുമായിട്ട് പോകും. ഈ പെൻഷന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, അതുപോലെ
ഈ പലിശ, അതായത് കേരള സർക്കാർ കടമെടുത്ത പിന്നെ തുകയ്ക്ക് മേലുള്ള പലിശയും തിരിച്ചടവും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഏതാണ്ട് 73% വരുമാനം ഈ 3 കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പോവുക. ഏതാണ്ട് 26-27% തുക മാത്രമേ സർക്കാരിന്റെ വരുമാനത്തിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പദ്ധതികൾക്കായിട്ട് സർക്കാരിന് കൈവശമുണ്ട്. അങ്ങനെയുള്ള ഒരു സർക്കാരിന് എന്ത് വികസന പദ്ധതി നടപ്പാക്കാനാണ് പറ്റുന്നത്? ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ എവിടുന്ന് പൈസ വരും? അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിൽ പല വാഗ്ദാനങ്ങളും പിന്നെ കുറുപ്പിന്റെ ഉറപ്പ്, അതായത് വാക്കും പഴയ ചാക്കും ഒരുപോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ അധികാരത്തിൽ വരുന്ന UDF ആണെങ്കിലും UDF കിടന്ന് തല കുത്തി നിൽക്കേണ്ട വരും ഈ റിസോഴ്സ് മൊബിലൈസേഷൻ. തീർച്ചയായിട്ടും സർക്കാരിന് പിരിഞ്ഞു കിട്ടാനുള്ള ഒരുപാട് തുകകളുണ്ട്. അതൊക്കെ പിരിച്ചെടുക്കാനുള്ള ഒരു ആർജവും ധൈര്യവും ഒക്കെ കാണിച്ചാൽ തീർച്ചയായിട്ടും സർക്കാരിന് പ്രതിസന്ധി പരിഹരിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ശരി, ഇതൊന്നും പറയുന്നത് പോലെ എളുപ്പമല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നതായിട്ട് ഞാൻ നിർത്തുകയാണ്. എന്തായാലും നമ്മൾ പതിവ് പോലെ പറയുന്ന പോലെ കാണാൻ പോകുന്ന പൂരമാണ്. അതിപ്പം നമ്മൾ ആവശ്യമില്ലാതെ ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കി. എന്തായാലും സ്ത്രീകൾക്ക് വലിയ ഒരു ഭാഗ്യമാണ് ചില്ലായിട്ട് ഫ്രീ ആയിട്ട് KSRTC യാത്ര ചെയ്യാൻ. സ്ത്രീകളൊപ്പം ഇപ്പം സ്കൂട്ടറും ഒക്കെയാണ്. എത്ര KSRTC യാത്ര ചെയ്യുന്നത് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ എല്ലാവരും യാത്ര ചെയ്യും. പിന്നെ പൊതുവെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത് ഞാനെപ്പോഴും കാണുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ ഈ തെക്കൻ കേരളത്തിലെ ബസ്സുകൾ ഒഴിഞ്ഞാണ് പോകുന്നത്. എറണാകുളത്തു നിന്ന് ആലപ്പുഴ വരെ ഒരുപക്ഷെ കുറച്ച് തിരക്ക് ഞാൻ ബസ്സുകളിൽ കാണാറുണ്ട്. ആലപ്പുഴ തൊട്ട് തെക്കോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ബസ്സുകൾ ഒഴിഞ്ഞാണ് പലപ്പോഴും പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാര്യം കൂടുതൽ വ്യക്തമാവട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം.